ഈ ദിൽഹെ ഫാത്തിമ എന്ന് പറയുന്ന പാട്ട് പല പല ഭാഷകൾ ചേർന്നിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. അങ്ങനെ ഒരു സോങ് വേറെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നു ഷാഫിക്കയുടെ ഒരു ഹിറ്റ് തന്നെയായിരുന്നു അത്. അതെ. ഞാൻ പറയില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് ട്രെൻഡായിട്ട് പോകുന്നുണ്ട്. അത് അന്ന് ചെയ്യുമ്പോൾ ഞാനത് ഇങ്ങനെ ഒരു ഹിറ്റ് ആവുന്നോ, അല്ലെങ്കിൽ അതിൽ മൂന്നോ രണ്ടോ നായകന്മാരാണ് ഉള്ളത്. അപ്പൊ അത് എനിക്ക് അങ്ങനെ തോന്നുന്നല്ലോ. ഇത് വന്നപ്പോഴാണ് ഈ ഒരു തമിഴ് അങ്ങനെ ഹിന്ദി നീലച്ചുരിദാറിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണ കുട്ടീനെ പെട്ടെന്ന് എല്ലാരും റെക്കഗ്നൈസ് ചെയ്യും. കാരണം തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ആ ആളുടെ പ്രസൻസ് അവിടെ ഉണ്ടല്ലോ. ബാക്കിയുള്ളവർ സ്വപ്നത്തിലേക്ക് പോവുകയാണെങ്കിലും ആളവിടെ തന്നെ ഉണ്ടല്ലോ. ശരിക്കും ഈ പാട്ടിന്റെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ശരിക്കും അത് സത്യമാണോ? ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടോ ഹിന്ദിയിലൊക്കെ? അയ്യോ, അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പോവുക, ചെയ്യാൻ വരിക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെപ്പറ്റി ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും നോക്കുന്നൊന്നുമില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി. ഓക്കെ, അതിനകത്ത് കുറെ പോർഷൻസ് പറയുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോർഷൻ ഏതായിരിക്കും ആ പാട്ടില് ഞങ്ങള് തമ്മില് ഒരു ഇതില്ലേ, കാലൊച്ച കേട്ടപ്പോ ഇതില്ലേ, അതന്നെ ആ ഒരു ഹിന്ദി സോങ്ങിന്റെ അതാണ് കനവല്ലായിരുന്നു. അതാണല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പാടുവോ? പാട്ട് പാടുമൊന്നുമില്ല, ചെറുതായിട്ട്. ഈ അഭിനയിക്കുന്ന ആൾക്കാര് നൈസായിട്ട് പാടുന്നു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. അത്രയൊന്നുമില്ല. ഇല്ല, എന്നാലും നമുക്ക് തീർന്നതിന് മുന്നേ നമുക്കൊരു നോക്കാം അല്ലേ? അടുത്ത ഹിറ്റ് ഏതായിരുന്നു? ദിൽഹെ ഫാത്തിമ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിന്റെ മണിയറയിൽ അത് നല്ലൊരു ഹിറ്റായിരുന്നു. അതുപോലെ കുറെ ഒരു പൂതെന്നാൽ ശരിക്കും അത് താജുക്കയുടെ കൂടെ ഭയങ്കര ഇഷ്ടം, ഇപ്പോഴും ഇഷ്ടമാണ്. അത് ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ വെറുതെ സെർച്ച് ചെയ്ത് വെറുതെ എൻ്റെ യൂട്യൂബിൽ പെട്ടെന്ന് കയറുന്നു. ഞാൻ അയ്യോ ശരിയാണല്ലോ, ഇതും ചേച്ചി തന്നെയാണല്ലോ എന്ന് തോന്നുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് ഹിറ്റായിട്ടുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ചേച്ചി തന്നെയായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പം ഷാഫിക്കയ്ക്ക് ബെസ്റ്റ് കോംബോ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം താജുക്കയുടെയും ഒരു ഹിറ്റ് പാട്ടുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഉണ്ട്. താജുക്ക ഈ പറഞ്ഞ പോലെ തന്നെ ഷാഫിക്ക താജുക്ക ഇവർ രണ്ടുപേരെ രണ്ടായിട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം അതുപോലെ നല്ല ഫ്രണ്ട്സാണ്. എന്താ പറയുക, ഒരു പെങ്ങളെ പോലെ ഇങ്ങനെ കൊണ്ടു നടക്കും രണ്ടുപേരും. എന്ത് കാര്യങ്ങളും നമുക്ക് പറയാം. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന സലീം കോടത്തൂരും ഇക്കടെയാണല്ലോ മറ്റേ മനസ്സിന് അതിൽ അഭിനയിച്ച അൻവറാണ്. ഇവരൊക്കെ നല്ല പുള്ളിക്ക് ഇപ്പം സിനിമയിലും അൻവർ അല്ലേ? അൻവർ സിനിമയിലൊക്കെ ഉണ്ടല്ലേ. അതും ആക്ച്വലി ഭയങ്കര ഒരു ഹിറ്റ്, ഒരു ബ്രേക്ക് ആയിരുന്നു, നല്ല വർക്കായിരുന്നു. എനിക്കൊന്ന് ഈ സോങ്ങുകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ടാണ് വീഡിയോ സോങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഓരോരുത്തരെ ഓട്ടോയുടെ പുറകിലും അല്ലെങ്കിൽ വാൾപേപ്പറായിട്ട് ഇങ്ങനെ ഉണ്ട്, അത്രയ്ക്ക് നല്ല ക്രഷായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാനും ചിന്തിക്കും. നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ വരുന്ന ആൾക്കാരൊരു ഇതാണ്, എന്താ പറയുക, ഭാഗ്യമാണ്. കാരണം ഇത്രയും പുറത്ത് നമ്മൾ അറിയാത്ത ഒരുപാട് ആൾക്കാരാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മോളെ പോലെ കണ്ട് നമുക്ക് ഗിഫ്റ്റുകൾ, നമുക്ക് ഫുഡുകൾ ഇതൊക്കെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുത്തരിക ലൊക്കേഷനിൽ വരുമ്പം. അവരുടെ ആ സ്നേഹം എനിക്കൊന്ന് ഇപ്പോഴും ഒരു മോളിൽ പോയാലോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോലെ ഞാനൊരു ഷോപ്പിങ്ങിന് പോയിട്ട് അപ്പോഴും ആൾക്കാരുണ്ട്, കാണാൻ വരുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞാൻ ചിന്തിക്കും ഇപ്പോഴും ആൾക്കാർക്ക് എന്നെ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. അപ്പം അതൊക്കെ ഈ ഒരു ഫീൽഡിൽ ഞാൻ വന്നോണ്ടല്ലേ, അല്ലെങ്കിൽ ആരും അറിയില്ല. ഒന്നാമത്തെ എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ഫീൽഡിൽ വരാൻ. ഞാൻ മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഡാൻസും അല്ലെങ്കിൽ സ്കൂളിൽ കലാത്തിലല്ല കലോത്സവങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴും എൻ്റെ മൈൻഡിൽ സിനിമ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ തന്നെയാണ് എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരാഗ്രഹം. അപ്പം ഞാൻ അങ്ങനെ തന്നെ വന്നു. അത് നമ്മളൊരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടും എന്ന് പറയുന്നത് സത്യമാണ്. നമുക്ക് കിട്ടിയല്ലേ. പക്ഷെ ഈ ഒരു ഗ്യാപ്പ് ശരിക്കും നമ്മുടെ കരിയറിനെ എഫക്ട് ചെയ്തിട്ടില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും ലൈവായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും, അത് ഉറപ്പല്ലേ. അത് സംബന്ധിച്ച് അത് പക്ഷെ അതത്ര എന്താ പറയുക കെയർ ചെയ്യുന്നില്ല. കാരണം എനിക്ക് അതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എൻ്റെ ഫാമിലി ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പോയത്. അപ്പം ഇനിയിപ്പോൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ മക്കളെടുത്ത് ഹസ്ബൻഡ്, ഫാമിലി. നമ്മളിപ്പോൾ പക്ഷേ റീൽസ്, വ്ളോഗിങ് അതെ. ഇപ്പം പക്ഷെ അതും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെലിവറി ഇങ്ങോട്ട് കഴിഞ്ഞ സമയത്ത്, സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് വ്ളോഗിങ്ങും ഇൻസ്റ്റാഗ്രാം എല്ലാം ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് നിൽക്കുക. ഇനിയിപ്പം പതിയെ അതിലേക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കും. സ്റ്റാർട്ട് ചെയ്തെടുക്കണം. ആ സമയത്തൊക്കെ കത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഒന്ന് രണ്ട് കത്തുകളൊക്കെ. ഒരു കത്തില് ഒരാൾ എനിക്ക് വടകരയിൽ നിന്ന് അങ്ങോട്ട് അയച്ചതാ. അയാൾ കുറെ കാര്യങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നു. അവസാനം അയാളെ ബ്ലഡ് വെച്ചിട്ട് അയാളിങ്ങനെ ഐ ലവ് യു എഴുതിയിട്ടൊരു കത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഞാൻ അമ്മയും അച്ഛനും കണ്ടിട്ട് പറഞ്ഞു, ദൈവം ഇവർക്കൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ.
അയക്കൊന്ന് ഒറ്റ കത്തേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആകലത്തെ. ബ്ലഡ് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞു ഇത് ഞാൻ എൻ്റെ കൈൻ്റെ ഇവിടെ മുറിച്ച് ആ ബ്ലഡ് വെച്ചിട്ട് എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്തുണ്ടായിരുന്നു, ഒറ്റ കത്ത്. അത് നല്ല ഓർമ്മയുണ്ട്. മറുപടി എഴുതണം തോന്നുന്നു. മറുപടി ഒന്നും എഴുതുന്നില്ല, പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇതല്ലാതെ ഓർത്തിരിക്കുന്ന ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ ഇങ്ങനെ ആൾക്കാർ നേരിട്ട് വന്നിട്ട്? വരും, ഞാൻ പറഞ്ഞില്ലേ ലൊക്കേഷനിൽ വരിക, അല്ലെങ്കിൽ അവർ പെട്ടി ചോക്ലേറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് വരിക. എന്നിട്ട് എൻ്റെ ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പം പൊട്ടൊക്കെ തൊട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു മോള് പൊട്ടും തൊടരുത്, പൊട്ടൊക്കെ എടുത്ത് അവർ മാറ്റിയിട്ട് എന്നെ കൂടെ ഷാൾ ഇടിച്ച് ഇങ്ങനെ നടന്നാൽ മതി, ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ സ്നേഹിക്കല്ലേ. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. എനിക്കിങ്ങനെ നോക്കുമ്പോ ആളെ മറ്റേ കണ്ണാടിയും പൊട്ടും ഒക്കെ കണ്ണാടി ഇപ്പൊ ശരിക്കും കുറച്ച് കാലമായി ഞാൻ വെച്ച് നല്ല കാഴ്ചക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇത് മാറ്റാറില്ല. പക്ഷെ ഇതേ ശരിക്കും ലുക്ക് ഭയങ്കര ചേഞ്ച് ആവും. ഈ പൊട്ടും തട്ടവും മാറും. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭയങ്കര ചേഞ്ച് ശരിക്കും ഉണ്ടാവും തോന്നുന്നു. നമ്മുടെ ഇരട്ടകളെ പോലെ ആവുമായിരിക്കും. അതുകൊണ്ട് ഇത് മാറ്റി തട്ടൊക്കെ ഇട്ട വേറൊരാൾ തന്നെയായല്ലോ. ഓക്കെ, തട്ടൊക്കെ ഇട്ട് കാണിക്കണം കേട്ടോ, ഒന്നും പോണേ. ഓക്കെ, ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും എൻജോയ് ചെയ്തൊരു പാട്ട് ഏതായിരിക്കും ശരിക്കും അങ്ങനെയാണെങ്കിൽ? ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും എൻജോയ് ചെയ്തത് എനിക്കൊന്നും ഞാനെല്ലാം എൻജോയ് ചെയ്യും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന നമ്മളെ ജോലി എപ്പോഴും നമ്മൾ ആസ്വദിച്ച് ചെയ്യുമായിരിക്കുമല്ലോ. നമുക്ക് ഇഷ്ടമല്ലാണ്ട് നമ്മളൊരു വർക്കിൽ കൊണ്ടുപോയിട്ടാൽ അവിടെ നമ്മൾ ചിലപ്പം അവർക്ക് വേണ്ടി ചെയ്യുമായിരിക്കും. ഇതങ്ങനെയല്ല, ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഏത് വർക്കിൽ പോയാലും അതൊരു ചെറിയ വർക്കാണെങ്കിലും അത് ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യും. അതാണ് എൻ്റെ സന്തോഷം. അതിൽ അവിടെ വരുന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ട് കാണും, പക്ഷെ എനിക്ക് അത് അവരെ എത്രയോ പരിചയമുള്ള പോലെ ആയിരിക്കും. അവരും എൻ്റെ അടുത്ത് അതുപോലെ സ്നേഹത്തിൽ നിൽക്കും. അതുകൊണ്ട് ഇന്ന് ഒരു വർക്ക് എന്ന് എനിക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാ വർക്കും ഞാൻ ഭയങ്കര സന്തോഷിച്ച് ആസ്വദിച്ച് ചെയ്തൊരു വർക്ക്. അന്നത്തെ ഒരുപാട് നായികമാരുണ്ടായിരുന്നു അല്ലേ? കുറെ ഇപ്പം ചേച്ചി അല്ലാതെ വേറെ കുറച്ച് നായികമാരോടുണ്ടായിരുന്നു. അവർക്ക് ആർക്കും കിട്ടാത്തൊരു റെക്കഗ്നേഷൻ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, സത്യമായിട്ട്. അപ്പം ഞാൻ എനിക്ക് ദൈവം എന്തോ ഒരു ഭാഗ്യം തന്നത്. കാരണം എന്നെപ്പോലെ തന്നെ അന്ന് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ഇത്രയും ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവർ അങ്ങനെ അറിയപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതെന്റെ ഭാഗ്യമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ അവർ എൻ്റെ ഫേസ് അല്ലെങ്കിൽ അങ്ങനെ, കാരണം എപ്പോഴും എനിക്ക് ചിരിച്ച് നിൽക്കാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വർക്ക് ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിനക്ക് ഇവിടെ വേദനിക്കുന്നില്ലേന്ന് ചോദിച്ചു. കാരണം ഫുൾ ടൈം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഇനി അതുകൊണ്ടാണോ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് എല്ലാവരുടെ അടുത്തും നിൽക്കുന്നത്. എന്തോ എനിക്കറിയില്ല, അവർക്ക് എന്നെ ഇഷ്ടമാണ്. അത് കൊള്ളാം. അതേപോലെ എല്ലാരും ഇങ്ങനെ ആൽബം സോങ്ങിലൂടെ പ്രേമിക്കാനൊക്കെ പ്രേരിപ്പിച്ച് പ്രേമം കാണിച്ച് അതൊക്കെ അതിന്റെ കൂടെ പിന്നെ ഒരു ശകുന്തളയുടെ വേഷം ഇട്ട് വന്നിട്ട് പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ്, പ്രേമിച്ചവരെല്ലാം നാശത്തിലാണ്, പ്രേമം വിശക്കനിയാണ്. എനിക്കറിയില്ല. മനുഷ്യനെ കൊടും ചതിയിൽ വീഴ്ത്തിയെടുത്തി. അതെനിക്കറിയില്ല, ഞാൻ അങ്ങനെ പ്രേമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെയല്ലല്ലേ? ഓക്കെ. അപ്പൊ ഈ ആ ഒരു പാട്ടിന്റെ ശരിക്കും കാരണം എൻജോയ്ലി അത്രയും നാളും ചെയ്തു വെച്ചതിൽ നിന്ന് ഭയങ്കര ഓൾറെഡി ഷൂട്ട് ചെയ്ത സോങ് ആയിരുന്നല്ലോ പ്രേമത്തിന്. പിന്നെ വീണ്ടും സജി മില്ലേനിയം ആണ് ആ വർക്ക് വീണ്ടും ഷൂട്ട് ചെയ്തത്. അത് പക്ഷെ വേറൊരു തീമൊക്കെ വെച്ചിട്ട് 3 നായകന്മാരൊക്കെ വെച്ചിട്ട് നല്ലൊരു വർക്കായിരുന്നു കേട്ടോ. അതും നല്ല ഓർമ്മ. അതൊരു നമ്മൾ കക്കയത്തൊക്കെ വെച്ചിട്ട് നല്ല സോങ്. ആ ഒരു മേക്ക് ഓവർ ഒക്കെ ഓർമ്മയുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. അത് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, സുനിത ഏത് വേഷം വേണം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശകുന്തള മതി. ശകുന്തളയായിട്ട് കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത്ര നാളെ ആ തട്ടത്തിന്നൊക്കെ ഒന്ന് മാറിയിട്ട് അതാ ഞാൻ എടുത്തത്. കാരണം മറ്റേതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത കുറെ കാര്യങ്ങളായിരിക്കുമല്ലോ. ഇതാകുമ്പം ഒരു വെറൈറ്റി അല്ലേ അങ്ങനത്തെ ഒരു വേഷം. അത് കാണാനും ഞാൻ എങ്ങനെ ഉണ്ടാവും ആ ലുക്കിൽ ഇത് കാണാൻ എനിക്കൊരാഗ്രഹം. അപ്പം അത് കിട്ടിയപ്പോൾ സന്തോഷം.